ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ട്രാൻസിഷൻ കേഴ്സിനെ പറ്റിയാണ്. സൂപ്പർ എലിവേഷനും എക്സ്ട്രാ വൈഡനിങ് ഓഫ് പേയ്മെന്റും ഒക്കെ പോലെ തന്നെ കേഴ്സിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ ആണ് ഈ ഒരു ട്രാൻസിഷൻ കേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിൽ കൂടി ട്രാവൽ ചെയ്യുന്നു. അറ്റ് എ ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു കേർവ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിന്നും ആ ഒരു കേർവിലേക്ക് ഗ്രാജുവലി എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിനും സർക്കുലർ കേർവിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊവിഷനെയാണ് ട്രാൻസിഷൻ കേഴ്സ് എന്ന് പറയുന്നത്. അത് ഈ ഒരു ഫിഗറിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷനിലാണ്, ഇവിടെയാണ് ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പൊസിഷനിൽ നമുക്കൊരു സർക്കുലർ കേർവ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ നിന്നും സർക്കുലർ കർവിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രാജുവലി നമുക്ക് എത്താൻ വേണ്ടിയിട്ട്, സേഫ് ആയിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ, ഇതിന് രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ട്രാൻസിഷൻ കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് ട്രാൻസിഷൻ കേഴ്സ് എന്ന് പറയുന്നത്. ഫൈൻ. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസിഷൻ കേർവ് നമ്മൾ കൊടുക്കുന്നത്? അതിന്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരെണ്ണം എന്ന് പറയുന്നത്, ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിൽ നിന്നും സഡൻ ആയിട്ട് ഒരു സർക്കുലർ കേർവിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ജെർക്കിംഗ് ഒക്കെ, വെഹിക്കിളിന്റെ ജെർക്കിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അത് പാസഞ്ചേഴ്സിന് നല്ല ഡിസ്കംഫർട്ട് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സേഫ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് കേർവിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ കർവ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈവറിനും എന്താണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡ്രൈവറിന് സ്റ്റിയറിംഗ് ഒക്കെ ടേൺ ചെയ്യാനും കംഫർട്ടബിൾ ആയിട്ട് സ്റ്റിയറിംഗ് ടേൺ ചെയ്ത് ഒരു വെഹിക്കിൾ നെഗോഷിയേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു പ്രൊവിഷൻ അവിടെ കൊടുക്കുന്നു. അതുപോലെ തന്നെ സർക്കുലർ കേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് എക്സ്ട്രാ പ്രൊവിഷൻസ് അവിടെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അതായത് സൂപ്പർ എലിവേഷൻ, എക്സ്ട്രാ വൈഡനിങ് പോലെയുള്ള കാര്യങ്ങൾ കേർവ് വരുന്ന പോർഷനിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് റോഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കേർവിന്റെ ഔട്ടർ എഡ്ജ് എന്തായിരിക്കും, റൈസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് റോഡിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കേർവ്ഡ് പോർഷനിൽ പേയ്മെന്റിന്റെ വിഡ്ത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും നേരം ട്രാവൽ ചെയ്ത ആ ഒരു റോഡിന്റെ പ്രോപ്പർട്ടീസിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടാണല്ലേ ഇരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് എൻട്രി ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്കത് ഒരു കൺട്രോൾ കിട്ടാനുള്ള ഒരു ചാൻസസ് കുറവായിരിക്കും. അവിടെ ആക്സിഡൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഗ്രാജുവലി നമ്മൾ ആ ഒരു ചേഞ്ചസിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ കേർവിലേക്ക് എൻട്രി ചെയ്യുമ്പോഴത്തേക്കും ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ, ആ ഒരു ഔട്ടർ എഡ്ജ് റൈസ് ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, പേയ്മെന്റിന്റെ വിഡ്ത് ഇൻക്രീസ് ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ കേർവിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. കേർവിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് റോഡിലേക്ക് പോവാണ്. അപ്പം അത്രയും നേരം ഒരു ഔട്ടർ എഡ്ജ് റൈസ് ആയി നിന്നത് ഓക്കെ, ഇനിയിപ്പം ഫ്ലാറ്റ് ആവാൻ പോവാണ്, സെയിം ആവാൻ പോവാണ്. അതുപോലെ തന്നെ അത്രയും നേരം കൂടുതൽ വിഡ്ത് ഓഫ് പേയ്മെന്റ് നമുക്ക് അവൈലബിൾ ആയിരുന്നു ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്ട്രെയിറ്റ് റോഡിലേക്ക് എത്തുമ്പോൾ അവിടെ എന്താണ്, വിഡ്ത് കുറയാണല്ലേ. അപ്പം ഓക്കെ, വിഡ്ത് കുറഞ്ഞു വരുവാണ്. സോ നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് പോകണം. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് അവിടേക്ക് കർവിനുള്ളിലേക്ക് കയറാനും കർവിൽ നിന്ന് പുറത്തേക്ക് പോകാനും ഉള്ള ഒരു പ്രൊവിഷൻ ആണ് ഈ ഒരു ട്രാൻസിഷൻ കർവ് വഴി നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ട്രാൻസിഷൻ കർവ് നമുക്ക് 3 രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? സ്പൈറൽ ഷേപ്പിലുള്ളതുണ്ട്, ക്യൂബിക് പരാബോളിക് ഷേപ്പിൽ വരുന്നതുണ്ട്, അതുപോലെ തന്നെ ലെമിനിസ്കേറ്റ് ഷേപ്പിൽ വരുന്നതും ഉണ്ട്. ഇങ്ങനെ 3 ഷേപ്സിൽ നമുക്ക് ട്രാൻസിഷൻ കർവ്സ് പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ തന്നെ IRC ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് സ്പൈറൽ ആയിട്ടുള്ളതാണ്. സ്പൈറൽ ഷേപ്പിൽ വരുന്ന ട്രാൻസിഷൻ കർവ്സ് ആണ് IRC ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒബ്ജക്റ്റീവ്സ്, കുറച്ച് 4-5 ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞല്ലോ, അതെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന എല്ലാ ഒബ്ജക്റ്റീവ്സും ഫുൾഫിൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ കർവ്, ഐഡിയൽ ആയിട്ട് വരുന്ന ഒരു ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത് സ്പൈറൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്പൈറൽ കർവ് ആണ് നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം കൊടുക്കുന്നത്. ഏതെങ്കിലും ചില എക്സെപ്ഷണൽ കേസസിൽ മാത്രമേ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് കർവിലേക്ക് പോവേണ്ട ആവശ്യം, ട്രാൻസിഷൻ കർവിലേക്ക് പോവേണ്ട ആവശ്യം വരുന്നുള്ളൂ. പറ്റുന്നിടത്തോളം ആസ് ഫാർ ആസ് പോസിബിൾ സ്പൈറൽ തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു എക്സാം പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇവിടെ വരുന്ന ന്യൂമറിക്കൽസ് ആണ്.
അതായത് ഈ ട്രാൻസിഷൻ കർവ് നമ്മൾ എക്സ്ട്രാ വൈഡനിങ് ചെയ്തു, അതുപോലെ തന്നെ സൂപ്പർ എലിവേഷൻ ചെയ്തു. അപ്പൊ അവിടെ എല്ലാം ചെയ്തതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഡിസൈൻ ആണ് വരുന്നത്. അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. സൂപ്പർ എലിവേഷൻ എത്ര കൊടുക്കണം എന്ന് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു ഒരു 4 സ്റ്റെപ്പ് പ്രോസസ്സ് വഴി. അതുപോലെ തന്നെ എക്സ്ട്രാ വൈഡനിങ് എത്ര വേണം നമ്മൾ കണ്ടുപിടിച്ചു. മെക്കാനിക്കലും സൈക്കോളജിക്കലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് സം ചെയ്തെടുത്തു. അവിടെ നമ്മൾ കുറെ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തായിരുന്നു. അപ്പൊ അതുപോലെ ട്രാൻസിഷൻ കർവിന്റെയും ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ വരുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കൺസെപ്റ്റിന്റെയും ആപ്ലിക്കേഷൻ ട്രാൻസിഷൻ കർവിൽ വരും. എല്ലാത്തിന്റെയും കൂടി മിക്സ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതായത് സൂപ്പർ എലിവേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എക്സ്ട്രാ വൈഡനിങ് കണ്ടുപിടിച്ച് ടോട്ടൽ വിഡ്ത്ത് പേയ്മെന്റിന് ആ ഒരു റോഡിന് ടോട്ടലി എത്ര വിഡ്ത്ത് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സിന്റെയും ഒരു റിവിഷൻ ആയിട്ടും കൂടി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പ്രോബ്ലംസ് വരും. എല്ലാം ക്ലബ് ആയിട്ടാണ് വരുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലെങ്ത്തും അതുപോലെ തന്നെ ഷിഫ്റ്റും. ഇതിനെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഉള്ളത്. ഈ ഇക്വേഷൻസ് എല്ലാം ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അതിൽ വരുന്ന ഓരോ ടേംസും എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സപ്പോസ് ഏതെങ്കിലും വാല്യൂസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മളത് നമ്മൾ അസ്യൂം ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ വാല്യൂസ് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ലെങ്ത് ഓഫ് ദി ട്രാൻസിഷൻ കർവ് നോക്കിയാൽ 3 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ് ആൻഡ് തേർഡ് കേസ്, 3 കേസസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ 2 മെത്തേഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് എടുത്തിട്ട് വാല്യൂ കണ്ടുപിടിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് 3 കേസസ് ഉണ്ട്. 3 കേസിലും നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. 3 കേസസിലെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഒരു മെത്തേഡ് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാ മെത്തേഡും ബൈഹാർട്ട് ചെയ്ത് വച്ചേ പറ്റുള്ളൂ. സോ ഫസ്റ്റ് മെത്തേഡ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് കേസിൽ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷന്റെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. നമ്മൾ ട്രാൻസിഷൻ കർവ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അതായത് ഒരു സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷന്റെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ കർവ് എത്തുമ്പോൾ, സ്ട്രേറ്റ് ലൈനിൽ നിന്ന് കർവ് എത്തുമ്പോഴത്തേക്കും അവിടെ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് കർവിൽ വരുന്നത്. അപ്പം അത് ഗ്രാജുവലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ലെങ്ത് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞൊരു ഒബ്ജക്റ്റീവ് ആണ് സൂപ്പർ എലിവേഷന്റെയും എക്സ്ട്രാ വിഡ്ത്തിന്റെയും ആപ്ലിക്കേഷൻ അല്ലേ. ഗ്രാജുവലി അത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് കേസിൽ കണ്ടുപിടിക്കും. ആൻഡ് തേർഡ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എംപിരിക്കൽ ഫോർമുല യൂസ് ചെയ്തിട്ടുമാണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ 3 കേസസിൽ നമ്മൾ കണ്ടുപിടിക്കും. 3ഉം ഡിഫറെന്റ് ഇക്വേഷൻസ്, ഡിഫറെന്റ് വാല്യൂസ് കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ചൂസ് ചെയ്യും. ഓക്കെ, സോ കേസ് 1 എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ യൂസ് ചെയ്തിട്ട് ലെങ്ത് ഓഫ് ദി ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 0.0215 v³ ഡിവൈഡഡ് ബൈ CR എന്നാണ്. ഓക്കെ, ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. LS is equal to 0.0215 v³ by CR, where v is the velocity of the വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ. വെലോസിറ്റി ഓഫ് ദി വെഹിക്കിൾ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് km/h ആണ്. നമുക്ക് ഇത്രയും നേരം നമ്മൾ പ്രോബ്ലംസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി കാണും, സ്പീഡ് ഒക്കെ യൂഷ്വലി നമുക്ക് km/h തരുന്നത്. ഇവിടെയും km/h തന്നെയാണ് വെലോസിറ്റി. C എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി അലവബിൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ഇൻ m/s². ആ ഒരു പെർട്ടിക്കുലർ റോഡിൽ അലവബിൾ ആയിട്ടുള്ള സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ എത്രയാണ് എന്നുള്ളതാണ് സിന്റെ വാല്യൂ. ചിലപ്പോൾ നമുക്ക് സിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. സപ്പോസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. സിന്റെ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യണം. സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 80 ഡിവൈഡഡ് ബൈ 75 പ്ലസ് വി എന്നാണ്. 80 ബൈ 75 പ്ലസ് വി. ഓക്കെ, ആൻഡ് സിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.5നും 0.8നും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് വരേണ്ടത്. 0.5നും 0.8നും ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു വാല്യൂ വേണം സി ആയിട്ട് കിട്ടേണ്ടത്. സപ്പോസ് ഈ ഒരു റേഞ്ചിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റിംഗ് വാല്യൂസ് എടുക്കും. അതായത് ഇപ്പം സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊരു 0.36 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റില്ല. കാര്യം 0.5നേക്കാളും ചെറിയ വാല്യൂ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, 0.5 എടുക്കണം.
അതുപോലെ തന്നെ സിന്റെ വാല്യൂ നമുക്കൊരു 0.82 എന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാര്യം 0.8 വരെ മാക്സിമം പോവാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 0.8 എടുക്കും. സോ ഏതെങ്കിലും ആ ഒരു ലിമിറ്റിംഗ് വാല്യൂവിന് ബിയോണ്ട് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലിമിറ്റിംഗ് വാല്യൂ ആക്കിയ വാല്യൂ എടുക്കും, സിന്റെ വാല്യൂ നമ്മൾ അഡോപ്റ്റ് ചെയ്യും. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 80/75 പ്ലസ് ബി എന്നാണ് വരുന്നത്. അതുപോലെ R എന്ന് പറയുന്നത് എന്താണ്, R ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കുലർ കർവ് ഇൻ മീറ്റർ. മീറ്ററിലുള്ള ആ ഒരു കർവിന്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ LS എന്ന് പറയുന്നത് എന്താണ്, 0.0215 ബി ക്യൂബ് ഡിവൈഡഡ് ബൈ CR ആണ് ലെങ്ത് ഓഫ് ദി ട്രാൻസിഷൻ കർവ് ഇൻ ഫസ്റ്റ് കേസ്, സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷന്റെ കേസിൽ. ഓക്കെ, ഇതുപോലെ നമുക്ക് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് സൂപ്പർ എലിവേഷൻ അക്സെപ്റ്റഡ് ആയിട്ട്, സൂപ്പർ എലിവേഷൻ എത്രയാണെന്നുള്ളത് നോക്കിയിട്ടാണ്, റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി സൂപ്പർ എലിവേഷൻ വെച്ചിട്ടാണ് സെക്കൻഡ് കേസ് വരുന്നത്. അപ്പൊ ഈ സെക്കൻഡ് കേസിനെ തന്നെ നമ്മൾ പിന്നും 2 സബ് കേസസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൂപ്പർ എലിവേഷന്റെ ഇൻട്രൊഡക്ഷനെ 2 സബ് കേസസ് ആയിട്ട്. അതെന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് കേസ് വരുന്നത് എബൌട്ട് ദി സെന്റർ ലൈനും സെക്കൻഡ് കേസ് വരുന്നത് എബൌട്ട് ദി ഇന്നർ എഡ്ജുമാണ്. അതായത് നമ്മളൊരു സൂപ്പർ എലിവേഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു ഫിഗർ പറഞ്ഞായിരുന്നു, അതായത് ഇന്നർ എഡ്ജുമായിട്ട് നോക്കുന്ന സമയത്ത് ഔട്ടർ എഡ്ജ് എന്തായിരിക്കും, റൈസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇതിനെയാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ, ആൻഡ് ഈ ഒരു റൈസ് ഇൻ പേയ്മെന്റ് അല്ലെങ്കിൽ റൈസ് ഇൻ ദി എഡ്ജിനെ നമ്മൾ ക്യാപിറ്റൽ ഇ എന്നും, അതുപോലെ ഈ ഒരു ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദി പേയ്മെന്റിനെ നമ്മൾ ക്യാപിറ്റൽ ബി എന്നും കൊടുത്തു. ഇതാണ് നമ്മൾ സൂപ്പർ എലിവേഷനെ ഡിസ്കസ് ചെയ്ത ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൂപ്പർ എലിവേഷൻ ഇവിടെ റൈസ് ഇൻ ദി എഡ്ജും പേയ്മെന്റ് വിഡ്ത്ത്. അപ്പൊ ഇതിൽ തന്നെ ഇവിടെ എന്താണ്, ഇന്നർ എഡ്ജിൽ നിന്നാണല്ലേ നമ്മൾ സൂപ്പർ എലിവേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ലെങ്ത് ഓഫ് ദി ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇതിനെ 2 കേസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എബൌട്ട് ദി സെന്റർ ലൈൻ എന്നും എബൌട്ട് ദി ഇന്നർ എഡ്ജ് എന്നും 2 കേസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്, ലെങ്ത് ഓഫ് ദി ട്രാൻസിഷൻ കർവ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വൺ വരുന്നത് ക്യാപിറ്റൽ ഇ ഇൻറ്റു ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരുന്നത്. ഫസ്റ്റ് വണ്ണിന്റെ ഇക്വേഷൻ ക്യാപിറ്റൽ ഇ ഇൻറ്റു ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ 2. പിന്നെ വരുന്നത് എന്താണ്, എബൌട്ട് ദി ഇന്നർ എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ LS എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇ ഇൻറ്റു ക്യാപിറ്റൽ എൻ എന്നുമാണ് വരുന്നത്. ഇവിടെ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഈ ഒരു എന്താണ് റൈസ് ഇൻ പേയ്മെന്റിനെയാണ് അല്ലെങ്കിൽ റൈസ് ഇൻ ദി എഡ്ജിനെയാണ് ക്യാപിറ്റൽ ഇ എന്ന് കൊടുക്കുന്നത്. ആൻഡ് എൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി സൂപ്പർ എലിവേഷൻ ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷനെയാണ് ക്യാപിറ്റൽ എൻ കൊണ്ട് നമ്മൾ 1 in n എന്നൊക്കെയാണ് ഒരു ക്യാപിറ്റൽ എൻ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഇയും ക്യാപിറ്റൽ ബിയും സ്മോൾ ഇ ആണ് നമ്മുടെ ഇവിടുത്തെ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതാൻ പറ്റുന്നുണ്ട്. അതായത് എന്താണ്, സ്മോൾ ഇ ഇൻറ്റു ക്യാപിറ്റൽ ബി ആണ് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഇ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൽ ടു സൂപ്പർ എലിവേഷൻ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി പേയ്മെന്റ്. ഇത് നമ്മൾ സൂപ്പർ എലിവേഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ സെയിം ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അതായത് LS is equal to ക്യാപിറ്റൽ ഇ എൻ ഡിവൈഡഡ് ബൈ 2. ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ ഇ ഇൻറ്റു ബി ആണ്. ബി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ വിഡ്ത്ത് ഓഫ് ദി പേയ്മെന്റ്. നമ്മൾ സൂപ്പർ എലിവേഷൻ പഠിച്ചതിന് ശേഷം എന്താണ് വൈഡനിങ് ഓഫ് ദി പേയ്മെന്റിനെ പറ്റി പറഞ്ഞായിരുന്നു. അതായത് ഒരു റോഡ് പേയ്മെന്റിന്റെ വിഡ്ത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവാറ്, യൂഷ്വൽ ആയിട്ടുള്ള ആ റോഡിന്റെ വിഡ്ത്തും അതുപോലെ തന്നെ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് വിഡ്ത്തും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഒരു ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് ഇവിടെ എന്താവും, W പ്ലസ് WE, അതായത് യൂഷ്വൽ വിഡ്ത്ത് പ്ലസ് എക്സ്ട്രാ വൈഡനിങ് ആയിട്ട് മാറുന്നു. ദെൻ എന്താണ്, അപ്പം ക്യാപിറ്റൽ ഇനെ നമ്മൾ സ്മോൾ ഇ ഇൻറ്റു W പ്ലസ് WE എന്ന് റീറൈറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് ആരൊക്കെയാണ്, N ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്, EN ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു W പ്ലസ് WE. ഇത് എബൌട്ട് ദി സെന്റർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ. ഇനി എബൌട്ട് ദി ഇന്നർ എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ, ക്യാപിറ്റൽ ഇ ഇൻറ്റു ക്യാപിറ്റൽ N മാത്രം. ഓക്കെ, അതായത് ക്യാപിറ്റൽ ഇക്ക് പകരം സ്മോൾ ഇ ഇൻറ്റു W പ്ലസ് WE ഇൻറ്റു N. ഇതാണ് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ വെച്ചിട്ട് നമ്മുടെ വാല്യൂ വരുന്നത്. എന്തിന്റെ, ട്രാൻസിഷൻ കർവിന്റെ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ബൈ എംപിരിക്കൽ ഫോർമുലയാണ്. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്കും IRCയിൽ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ കൊടുത്തിട്ടുള്ളതാണ്. അത് ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് ദി റോഡ്, പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനും അതുപോലെ മൗണ്ടനസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈനും.
പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈസ് 2.7 v square divided by r എന്നാണ്. അത് മൗണ്ടൈനസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈൻ ആയിട്ട് മാറുകയാണെങ്കിൽ എൽ എസ് എന്ന് പറയുന്നത് വെറും വി സ്ക്വയർ ബൈ ആർ. വി സ്ക്വയർ ബൈ ആർ ആണ് ബേസിക് ഇക്വേഷൻ. അത് ടൈപ്പ് അനുസരിച്ച് റോഡിന്റെ ടൈപ്പ് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 2.7 കൂടി വരുന്നു. മൗണ്ടൈനസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈൻ ആണെങ്കിൽ ആ ഒരു ബേസിക് ഇക്വേഷൻ വി സ്ക്വയർ ബൈ ആർ മാത്രം. ഇങ്ങനെ നമ്മൾ 3 ഇക്വേഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് കേസിൽ എൽ എസ് എന്ന് പറയുന്നത് 0.0215 വി ക്യൂബ് ഡിവൈഡഡ് ബൈ സി ആർ എന്ന് പറഞ്ഞു. അവിടെ സി എന്ന് പറയുന്നത് എന്താണ്? 80 ഡിവൈഡഡ് ബൈ 75 പ്ലസ് പി ആണ്. ഓക്കെ, ആൻഡ് ഈ സിയുടെ വാല്യൂ 0.5നും 0.8നും ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. സെക്കൻഡ് കേസിൽ നമ്മൾ രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് ആ ഒരു സൂപ്പർ എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു സെന്റർ ലൈൻ എടുക്കുന്നതും വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ് എടുക്കുന്നതും. വിത്ത് റെസ്പെക്ട് ടു സെന്റർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ എൽ എസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ എൻ ഡിവൈഡഡ് ബൈ 2 വരും. അതല്ല വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഇ എൻ എന്ന് വരും. മൂന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുലയും രണ്ട് കേസസ് ഉണ്ട്. പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെങ്കിൽ എൽ എസ് ഇസ് ഈക്വൽ ടു 2.7 ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. അതായത് ടൈപ്പ് ഓഫ് റോഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഇക്വേഷൻ വരുന്നത്. 2.7 ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. അതുപോലെ എന്താണ് മൗണ്ടൈനസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈൻ ആണെന്നുണ്ടെങ്കിൽ ബി സ്ക്വയർ ബൈ ആർ എന്നും വരും. ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് ഈ 3 കേസസിലെയും എൽ എസിന്റെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും ലെങ്ത് ഓഫ് ദി ട്രാൻസിഷൻ കർവ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ലെങ്ത് ഓഫ് ദി ട്രാൻസിഷൻ കർവിന്റെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, അതായത് ഷിഫ്റ്റ് ഓഫ് ദി ട്രാൻസിഷൻ കർവ്. ഓക്കെ, നമുക്ക് നമ്മുടെ സിലബസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ലെങ്ത് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ദി ട്രാൻസിഷൻ കർവ്. അപ്പം ഷിഫ്റ്റ് ഓഫ് ദി ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഷിഫ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു എൽ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 24r എന്നാണ്. വേർ എൽ എസ് ഈസ് ദി ലെങ്ത് ഓഫ് ദി ട്രാൻസിഷൻ കർവ് ആൻഡ് ആർ ഈസ് ദി റേഡിയസ് ഓഫ് ദി കർവ്. നമ്മുടെ സർക്കുലർ കർവിന്റെ റേഡിയസ് ഇൻ മീറ്റർ. എൽ എസ് എവിടെ നിന്ന് കിട്ടും? നമ്മൾ തൊട്ട് മുന്നേ ഉള്ള 3 സ്റ്റെപ്പ് വഴി കണ്ടുപിടിച്ചതിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ആണ് ഇവിടെ എൽ എസ് ആയിട്ട് കൊടുക്കുന്നത്. സോ ഷിഫ്റ്റ് ഓഫ് ദി ട്രാൻസിഷൻ കർവ് എസ് ഇസ് ഈക്വൽ ടു എൽ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 24r ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിനി ഇത് വെച്ച് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ആൻഡ് ഷിഫ്റ്റ് യൂസിങ് ദി ഫോളോയിങ് ഡേറ്റ. നമുക്ക് ട്രാൻസിഷൻ കർവിന്റെ ലെങ്തും അതുപോലെ അതിന്റെ ഷിഫ്റ്റുമാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? ഡിസൈൻ സ്പീഡ് 65 km/h. അപ്പൊ ഇത് ആരാണ്? നമ്മുടെ വി ആണല്ലേ. ഡിസൈൻ സ്പീഡ് 65 km/h. സോ വി ആണ് തന്നിരിക്കുന്നത്. റേഡിയസ് ഓഫ് ദി സർക്കുലർ കർവ് 220 മീറ്റർ. അപ്പൊ ഇത് ആരാണ്? ആർ ആണ്. ഓക്കെ, ആർ എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കുലർ കർവിന്റെ റേഡിയസ് അത് 220 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അലോവബിൾ റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ. ഓക്കെ, സൂപ്പർ എലിവേഷന്റെ റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ. സൂപ്പർ എലിവേഷന്റെ വാല്യൂ അല്ല തന്നിരിക്കുന്നത്, റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ ആണ്. ആരാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്? 1 in n ആണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വെറും സൂപ്പർ എലിവേഷൻ ആണെങ്കിൽ അത് സ്മോൾ ഇ. പക്ഷെ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ അതാരാണ്? 1 in n ആണ്. 1 in n ആണ് നമുക്ക് 1 in 150 എന്ന് തന്നിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പേയ്മെന്റ് റൊട്ടേറ്റഡ് എബൌട്ട് ദി സെന്റർ ലൈൻ. ഇത് എവിടെയാണ് വരുന്നത്? നമ്മുടെ സെക്കൻഡ് കേസിലാണ് വരുന്നത് അല്ലേ. അവിടെ റൊട്ടേറ്റഡ് എബൌട്ട് ദി സെന്റർ ലൈൻ ഉണ്ട്, എബൌട്ട് ദി ഇന്നർ എഡ്ജും ഉണ്ട്. അപ്പൊ ഈ കേസസിൽ എബൌട്ട് ദി സെന്റർ ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെന്റർ ലൈൻ ആണെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ എൽ എസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ക്യാപിറ്റൽ ഇ ഇൻറ്റു ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. സെന്റർ ലൈൻ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2. അതാണ് നമ്മൾ ഈ ഒരു പോയിന്റ് വായിക്കുമ്പോൾ സ്ട്രൈക്ക് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി തന്നിരിക്കുന്നത് എന്താണ്? പേയ്മെന്റ് വിഡ്ത്ത് ഇൻക്ലൂഡിങ് എക്സ്ട്രാ വൈഡനിങ്. പേയ്മെന്റ് വിഡ്ത്ത് ഇൻക്ലൂഡിങ് എക്സ്ട്രാ വൈഡനിങ്. പേയ്മെന്റ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ അത് W ആണ്. ഇൻക്ലൂഡിങ് എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയുമ്പോൾ W പ്ലസ് WE ആണ് 7.5 എന്ന് പറഞ്ഞിരിക്കുന്നത്. W പ്ലസ് WE ആണ് 7.5 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് V ഉണ്ട്, R ഉണ്ട്, പേയ്മെന്റ് വിഡ്ത്ത് ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷനും ഉണ്ട്. ഇത്രയും ഡേറ്റാസ് യൂസ് ചെയ്തിട്ട് ലെങ്ത്തും കണ്ടുപിടിക്കണം, ഷിഫ്റ്റും കണ്ടുപിടിക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാ ലെങ്ത് കണ്ടുപിടിക്കുന്നത്? 3 കേസസ് ഉണ്ട്. അപ്പോൾ ഓരോ കേസസ് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് കേസിൽ എന്താണ് നമ്മൾ നോക്കുന്നത്?
സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് കേസിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്താണ്? LS is equal to 0.0215 V cube divided by CR. റൈറ്റ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? വെലോസിറ്റി അറിയാം, റേഡിയസ് അറിയാം. സി അറിയില്ല. സിയെ പറ്റി ക്വസ്റ്റ്യനിൽ ഡേറ്റാസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, സി അറിയില്ല. സി അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സി കണ്ടുപിടിക്കാനുള്ള വഴി നമ്മൾ പഠിച്ചു. എന്താണ് സി കണ്ടുപിടിക്കാനുള്ള വഴി? C is equal to 80 divided by 75 plus V എന്ന് നമ്മൾ ഇക്വേഷൻ പഠിച്ചു. C is equal to 80 divided by 75 plus V എന്ന് പഠിച്ചു. ഓക്കെ, സോ എന്താ വരുന്നത്? 80 divided by 75 plus V എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി is 65. സോ നമുക്ക് C യുടെ വാല്യൂ കിട്ടുന്നത് 0.57 എന്നാണ്. 0.57. സി എന്താണ്? നമ്മുടെ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ആണ്. സോ യൂണിറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 0.57 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് സി കിട്ടി. സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് LS കണ്ടുപിടിച്ചൂടെ? LS is equal to എന്താണ്? 0.0215 V cube divided by CR. ഓരോ തവണയും ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുന്നത് അത് കേട്ട് കേട്ട് നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ 0.0215 V cube by CR 0.0215 ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? 65. അപ്പോൾ 65ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ സി നമ്മളിവിടെ കണ്ടുപിടിച്ചു 0.57 ഇൻറ്റു R എന്ന് പറയുന്ന റേഡിയസ്. റേഡിയസ് എത്രയാണ്? 220 മീറ്റർ. സോ ഇവിടെ നമുക്ക് LSന്റെ വാല്യൂ 47.1 മീറ്റർ എന്ന് കിട്ടും. 47.1 മീറ്റർ. ഓക്കെ, 47.1 മീറ്റർ എന്ന് LSന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താണ് സെക്കൻഡ് കേസ്? സെക്കൻഡ് കേസ് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് രണ്ട് കേസസ് ഉണ്ടല്ലേ, എബൌട്ട് ദി സെന്റർ ലൈനും ഉണ്ട്, എബൌട്ട് ദി ഇന്നർ എഡ്ജും ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് എബൌട്ട് ദി സെന്റർ ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഏതാണ് ആ കേസ്? എബൌട്ട് ദി സെന്റർ ലൈൻ ആയതുകൊണ്ട് EN ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ കേസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ അറിയാം? N അറിയാം അല്ലേ? 1 in 150 ആണ് നമ്മുടെ 1 in N എന്നുള്ളത് നമുക്കറിയാം. സോ Nന്റെ വാല്യൂ 150 ആണെന്ന് അറിയാം. E നമുക്ക് അറിയില്ല. E എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? E is equal to small e into W plus WE എന്നുള്ളതാണ് നമ്മുടെ യൂഷ്വൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യൂഷ്വൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എബൌട്ട് ദി സെന്റർ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എബൌട്ട് ദി സെന്റർ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? ഏത് കേസസിലാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്? ഇങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ, അതായത് ഇത് നമ്മുടെ ഇന്നർ എഡ്ജ്, ഇത് നമ്മുടെ ഔട്ടർ എഡ്ജ്, ഇവിടെ ഇൻക്രീസ് ആവുന്നത് ക്യാപിറ്റൽ E ആണ് ഇവിടുത്തെ റേസ് എന്ന് പറയുന്നത്. ഈ ഒരു ടോട്ടൽ വിഡ്ത്ത് ആണ് നമ്മുടെ B അല്ലെങ്കിൽ W plus WE. ടോട്ടൽ വിഡ്ത്തിനെയാണ് നമ്മൾ W plus WE എന്ന് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിലാണ് നമുക്ക് ക്യാപിറ്റൽ E is equal to small e into W plus WE എന്ന് വരുന്നത്, അതായത് എബൌട്ട് ദി ഇന്നർ എഡ്ജ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എബൌട്ട് ദി സെന്റർ ലൈൻ ആണെന്ന്. സോ നമുക്ക് ക്യാപിറ്റൽ ഇന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തെന്നാണ് വരുന്നത്? നമുക്ക് ഇവിടെ വേണ്ട ആ ഒരു റേസ് എന്ന് പറയുന്നത്, ടോട്ടൽ റേസ് എന്ന് പറയുന്നത് എത്ര മതി? വിത്ത് റെസ്പെക്ട് ടു സെന്റർ ലൈൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു സെന്ററിൽ നിന്നും എത്ര റേസ് ആവുന്നു, അതായത് ഈ ഒരു ഇന്നർ എഡ്ജിൽ നിന്നും ക്യാപിറ്റൽ E ആണ് റേസ് ആവുന്നത്. അപ്പം സെന്ററിൽ നിന്നും എത്രയായിരിക്കും റേസ് ആവുന്നത്? ഇന്റെ ഹാഫ് റേസ് ആവുള്ളൂ വിത്ത് റെസ്പെക്ട് ടു സെന്റർ ലൈൻ ആയതുകൊണ്ട്. ഓക്കെ, ഇന്നർ എഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ ക്യാപിറ്റൽ E ആണ് റേസ് ആവുന്നത്, പക്ഷേ സെന്ററിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ ഹാഫ്, സെന്ററുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഹാഫും കൂടി റേസ് ആവുന്നുള്ളൂ. സോ E/2 എടുക്കണം, അതായത് സ്മോൾ e സൂപ്പർ എലിവേഷൻ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി പേയ്മെന്റ് ഡിവൈഡഡ് ബൈ 2 നമ്മൾ എടുക്കണം. അതായിരിക്കും നമുക്ക് ഇവിടുത്തെ ഈ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇവിടുത്തെ ഈ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ആ ഒരു റേസിന്റെ ഹാഫ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു സെന്റർ ലൈൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അത് എത്രയാ വരുന്നതെന്ന് നോക്കാം. E/2 എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? ഈക്വൽ ടു E/2 എന്ന് എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, അതായത് 2 E/2 കൂടെ ക്യാൻസൽ ചെയ്ത് പോക്കൂടെ എന്നൊക്കെ ചിലപ്പോൾ തോന്നും. സോ ഞാനിപ്പോൾ അത് ചെറുതായിട്ട് ഞാനതൊന്ന് E' എന്ന് ഞാൻ നൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, E' സെന്റർ ലൈൻ ആയതുകൊണ്ട് ഞാനത് E' എന്ന് കൊടുക്കുന്നു.
E into W plus W E divided by 2. അപ്പോൾ നമുക്ക് E ഡാഷിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എത്രയാണ്? E ഡാഷിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? സൂപ്പർ എലിവേഷൻ വേണം. സൂപ്പർ എലിവേഷൻ നമുക്കറിയാവോ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സൂപ്പർ എലിവേഷന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും സൂപ്പർ എലിവേഷൻ? കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു. സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? E is equal to V square divided by 225R. ഓക്കെ, അത് നമ്മൾ സൂപ്പർ എലിവേഷന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് സൂപ്പർ എലിവേഷൻ മാത്രം വരുമ്പോൾ, നമ്മുടെ ഹീറോ മാത്രം വരുമ്പോൾ വില്ലന്റെ ഫുൾ എനർജി എടുക്കണ്ട, 75% എടുത്താൽ മതി. അതുകൊണ്ടാണ് V square by 225R എന്ന് വരുന്നത്. സോ E is equal to V square divided by 225R. സോ V എത്രയാണ്? 65ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 225 ഇൻറ്റു 220. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റെ വാല്യൂ 0.085 എന്ന് കിട്ടി. അപ്പോൾ എന്ത് പറ്റി? 0.085 എന്നാ വന്നത്. അതായത് നമ്മുടെ ഇന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0.07 ആണ്. ഇവിടെ നമുക്ക് അതിനേക്കാളും ഗ്രേറ്റർ വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇക്ക് എന്ത് ചെയ്യും? 0.07 എന്ന് അഡോപ്റ്റ് ചെയ്യും. 0.07 എന്ന് അഡോപ്റ്റ് ചെയ്തിട്ട് അടുത്ത നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ നമ്മുടെ ഹീറോ എക്സ്ട്രീം പോയിന്റിൽ എത്തിക്കഴിഞ്ഞു, പക്ഷെ വില്ലൻ ഡിഫീറ്റ് ആയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിനെയും കൂടി കൊണ്ടുവരും അല്ലേ? അപ്പൊ എഫ് എന്ന് പറയുന്നത് എത്ര വരും? ഫ്രണ്ടും കൂടി വരുമ്പോൾ വില്ലൻ എന്ത് ചെയ്യും? ഫുൾ എനർജി എടുക്കും. സോ V square by 127R മൈനസ് ഇ. അപ്പൊ എഫിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 65 സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ഇൻറ്റു റേഡിയസ് ഈസ് 220 മൈനസ് ഇ എത്രയാ? 0.07 ആണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.08 എന്ന് കിട്ടി. ഇനി എഫ് കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ, എഫിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 0.15 ആണ്. ഇവിടെ നമുക്ക് അതിനേക്കാളും ചെറിയ വാല്യൂ ആണ് കിട്ടിയത്. സോ അത് സേഫ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. സോ നമുക്ക് E is equal to 0.07ഉം F 0.08ഉം. ഈ ഒരു റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ സൂപ്പർ എലിവേഷൻ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമുക്കിപ്പം ഇവിടെ ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 0.07 ആണെന്ന് കണ്ടുപിടിച്ചു. ഇത് സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എഫും കൂടി നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഇവിടെ എഫ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 0.15നേക്കാളും ചെറിയ വാല്യൂ കിട്ടി. സോ സേഫ് ആണ്. സപ്പോസ് നമുക്ക് എന്താണ് 0.16 എന്നെങ്ങാനുമാണ് എഫിന്റെ വാല്യൂ വന്നിരുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ലിമിറ്റിംഗ് വാല്യൂവിനേക്കാളും വലിയ വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വെലോസിറ്റി മാറ്റേണ്ടി വരും. അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫും കൂടി കണ്ടുപിടിച്ച് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല, സേഫ് ആയിട്ട് നിന്നോളും. സോ ഈ 0.07 എന്ന് കൊടുത്ത് നമുക്ക് അങ്ങ് പോവാം. അപ്പൊ നമുക്ക് അവിടുത്തെ റൈസ് ഇ ഡാഷ് എന്ന് പറയുന്നത് എത്ര വരും? ഇ ഈസ് 0.07 ഇൻറ്റു W പ്ലസ് WE, അതായത് വിഡ്ത്ത് ഓഫ് ദി പേയ്മെന്റ് ഇൻക്ലൂഡിങ് എക്സ്ട്രാ വൈഡനിങ് എത്രയാണ്? 7.5 ആണല്ലേ? ഡിവൈഡഡ് ബൈ 2. ഈ ഡിവൈഡഡ് ബൈ 2 വന്ന് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? വിത്ത് റെസ്പെക്ട് ടു ഇന്നർ ലൈൻ ആണ് നമ്മൾ, സെന്റർ ലൈൻ ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 2 വന്നത്. സോ നമുക്ക് അവിടെ ഇന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആ ഒരു റേസ് എന്ന് പറയുന്നത് 0.26 എന്നാണ് വരുന്നത്. ഓക്കെ, 0.26 എന്നാണ് നമുക്ക് ഇ ഡാഷിന്റെ വാല്യൂ കിട്ടുന്നത്, 0.26. അപ്പൊ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? LS കണ്ടുപിടിക്കാമല്ലോ. LSന്റെ ഇക്വേഷൻ എന്താ? ഇ ഡാഷ് ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പം LS ഇസ് ഈക്വൽ ടു ഇ ഡാഷ് ഈസ് 0.26, n എത്രയാണ്? n ഈസ് 150. കാര്യം 1 in 150 ആണ് 1 in n. അപ്പം n ഈസ് 150 ഡിവൈഡഡ് ബൈ 2. സോ LSന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടുന്നത് 39 മീറ്റർ എന്ന് വരും. ഓക്കെ, സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. അതായത് നമ്മൾ ഇവിടെ തന്നെ എന്താണ് ഇ ഡാഷ് എന്ന് പറയുന്നത് തന്നെ E/2 ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇ ഡാഷ് തന്നെ E/2 ആണ്. സോ നമുക്ക് LS is equal to E dash into N ആണ്. LS is equal to E dash into N എന്ന് എടുത്താൽ മതി. E dash is E/2. അവിടെ തന്നെ നമുക്ക് by2 വന്നിട്ടുണ്ട്. സോ വീണ്ടും ഒരു by2 കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. 0.26 into N is 150. അപ്പോൾ നമുക്ക് 39 മീറ്റർ എന്ന് LSന്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഫസ്റ്റ് വാല്യൂ 47.1 കിട്ടി, സെക്കൻഡ് കേസിന് 39 മീറ്റർ എന്നും കിട്ടി. ഇനി നമുക്ക് എംപിരിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടും കൂടി കണ്ടുപിടിക്കണം.
എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലെയിൻ ടെറൈനിന്റെയും ഉണ്ട്, അതുപോലെ മൗണ്ടൈനസ് ടെറൈനിന്റെയും ഉണ്ട്. നമ്മളിവിടെ ഏത് കേസ് എടുക്കും? പ്രത്യേകിച്ച് നമുക്കൊന്നും പറഞ്ഞിട്ടില്ല, അതായത് മൗണ്ടൈനസ് ആണ് അല്ലെങ്കിൽ സ്റ്റീപ്പ് ആണെന്നൊന്നും ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിത് പ്ലെയിൻ ടെറൈൻ ആണെന്നങ്ങ് കൺസിഡർ ചെയ്യാം. പ്ലെയിൻ ടെറൈൻ ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ കേസിൽ LSന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.7 v² ഡിവൈഡഡ് ബൈ r എന്ന് നമ്മൾ എടുക്കുകയാണ്. സോ 2.7 into 65ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ r is 220. സോ നമുക്ക് LSന്റെ വാല്യൂ എന്ന് പറയുന്നത് 51.9 മീറ്റർ എന്ന് കിട്ടും. 51.9 മീറ്റർ എന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് മൂന്ന് വാല്യൂസ് കിട്ടിയല്ലോ. ഏതൊക്കെയാണ്? 47.1, 39, 51.9. അപ്പൊ ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഈസ് 51.9. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് അഡോപ്റ്റ് ചെയ്യുന്നു. 51.9 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 52 മീറ്റർ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാം ട്രാൻസിഷൻ കർവിന്റെ ലെങ്ത്. അപ്പൊ ലെങ്ത് ഓഫ് ദി ട്രാൻസിഷൻ കർവ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണ്? ഷിഫ്റ്റ് കണ്ടുപിടിക്കണം അല്ലെ? ഷിഫ്റ്റ് ഓഫ് ദി ട്രാൻസിഷൻ കർവ്, ഷിഫ്റ്റ് എസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? LS സ്ക്വയർ ഡിവൈഡഡ് ബൈ 24r. LS സ്ക്വയർ ഡിവൈഡഡ് ബൈ 24r ആണ് എസിന്റെ വാല്യൂ. LS നമ്മൾ 52 ആണ് അഡോപ്റ്റ് ചെയ്തത്, ഡിവൈഡഡ് ബൈ 24 into 220. സോ നമുക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0.51 മീറ്റർ എന്നും കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ പ്രോബ്ലം, ട്രാൻസിഷൻ കർവിന്റെ ഡിസൈൻ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിന് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത്. ഡിസൈൻ ദി ലെങ്ത് ഓഫ് ദി ട്രാൻസിഷൻ കർവ്. ട്രാൻസിഷൻ കർവിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിന് വേണ്ട ക്ലൂസ് എല്ലാം ഞാൻ തരാം. നിങ്ങൾ ന്യൂമറിക്കൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് A NH passing through rolling terrain in heavy rainfall area has a horizontal curve of radius 500 meter. Design the length of transition curve assuming suitable data. പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു NH ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റോളിംഗ് ടെറൈൻ ഇൻ ഹെവി റെയിൻഫോൾ ഏരിയ ആണ്. റേഡിയസ് തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. അപ്പം ന്യൂമറിക്കൽ ഡേറ്റ ആയിട്ട് നമുക്ക് 6 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലെങ്ത് ഓഫ് ദി ട്രാൻസിഷൻ കർവ് LS കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്യൂട്ടബിൾ ഡേറ്റാസ് എല്ലാം അസ്യൂം ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് LS കണ്ടുപിടിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്? വെലോസിറ്റി വേണം, പിന്നെന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ C വേണം. C നമുക്ക് കണ്ടുപിടിക്കാം, 80/75 പ്ലസ് B യൂസ് ചെയ്ത് C കണ്ടുപിടിക്കാം. പിന്നെ R നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ E, അതായത് നമ്മുടെ സെക്കൻഡ് കേസ് എടുക്കുന്ന സമയത്ത്, റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് N വേണം അല്ലേ? 1 in N എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് വേണം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് പേയ്മെന്റിന്റെ വിഡ്ത്ത്. ഓക്കെ, പേയ്മെന്റിന്റെ വിഡ്ത്ത് വേണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടത്. അപ്പൊ ഇതെല്ലാം നമ്മൾ സ്യൂട്ടബിളി അസ്യൂം ചെയ്യുക എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ NH ആണെന്നും അതുപോലെ തന്നെ റോളിംഗ് ടെറൈൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ റോളിംഗ് ടെറൈനിൽ NHന്റെ ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത് V is equal to 80 km/h ആണ്. V is equal to 80 km/h ആണ്. റോളിംഗ് ടെറൈൻ, പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനിൽ V എന്ന് പറയുന്നത് 80 km/h ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് മുതലേ പറയുന്നതാണ് യൂഷ്വൽ പേയ്മെന്റ് വിഡ്ത്ത്. NH എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ 2 ലൈൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ യൂഷ്വൽ പേയ്മെന്റ് വിഡ്ത്ത് എത്രയാ വരുന്നത്? 7 മീറ്റർ ആണ് വരുന്നത്. കാര്യം ഒരു സിംഗിൾ ലൈൻ റോഡിന്റെ യൂഷ്വൽ വിഡ്ത്ത് 3.5 മീറ്റർ ആണ്. അപ്പൊ 2 ലൈൻ റോഡ് ആകുമ്പോൾ അത് 7 മീറ്റർ ആവും. ഇത് യൂഷ്വൽ പേയ്മെന്റ് വിഡ്ത്ത് ആണ്. എക്സ്ട്രാ വൈഡനിങ്ങിനെ പറ്റി പറഞ്ഞിട്ടില്ല. യൂഷ്വൽ പേയ്മെന്റ് വിഡ്ത്ത് ആണ് 7 മീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പിന്നെ വേണ്ടത് എന്താണ്? C ആണ്. C ഇനി കണ്ടുപിടിക്കാമല്ലോ. 80/75 പ്ലസ് B വെച്ചിട്ട് C ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇൻ ബിറ്റ്വീൻ 0.5ഉം 0.8ഉം ആണോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ അടുത്ത് വരുന്ന ലിമിറ്റ് ഏതാന്ന് വെച്ചാൽ അതെടുക്കുക. C ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം ഈ കേസിൽ നമുക്ക് C ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.52 എന്നാണ് വരുന്നത്. അത് കിട്ടുന്നുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? 1 in N വേണം അല്ലേ? അലവബിൾ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ വേണം.
അപ്പൊ ഇതൊരു നാഷണൽ ഹൈവേ ആയതുകൊണ്ട് നമ്മൾ യൂഷ്വലി പ്രോബ്ലത്തിൽ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് 1 in n എന്ന് പറയുന്നത് 1 in 150 എന്ന് തന്നെ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള പ്രോബ്ലത്തിൽ ചെയ്ത പോലെ 1 in 150 എന്ന് തന്നെ എടുത്ത് നമുക്ക് ചെയ്യാം. സോ 1 in n എന്ന് പറയുന്നത് 1 in 150 ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് എന്നിന്റെ വാല്യൂ ആയി വി ആയി ഡബ്ല്യു ആയി റേഡിയസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഓരോ കേസിലെയും എൽ എസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് കേസിൽ എൽ എസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, 0.0215 വി ക്യൂബ് ഡിവൈഡഡ് ബൈ സി ആർ, റൈറ്റ്. അപ്പൊ ഇവിടെ വി ഉണ്ട്, സി നമുക്ക് കണ്ടുപിടിക്കാം, ആർ ഉണ്ട്, അപ്പൊ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ദെൻ പിന്നെ നമുക്ക് സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇതൊരു എബൌട്ട് ദി സെൻട്രൽ ലൈൻ ആണോ എബൌട്ട് ദി ഇന്നർ എഡ്ജ് ആണോ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് എബൌട്ട് ദി ഇന്നർ എഡ്ജ് ആയിട്ട് തന്നെ എടുക്കാം. അപ്പം എന്ത് ചെയ്യാം, ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്നർ എഡ്ജ് വരുമ്പോഴത്തേക്കും എൽ എസ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇ ഇൻറ്റു എൻ എന്നാണ് വരുന്നത് അല്ലെ, ഇ ഇൻറ്റു എൻ എന്നാണ് എൽ എസിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ ഇ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് വേണം, ഇ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് സ്മോൾ ഇ ഇൻറ്റു ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഇ ആണ്. ഡബ്ല്യു നമുക്കറിയാം, ഡബ്ല്യു ഇ നമുക്കറിയില്ല. അപ്പം ഇ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ, സൂപ്പർ എലിവേഷൻ. ഇന്റെ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കുക, ഇ ഇസ് ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ വി സ്ക്വയർ ബൈ 225 ആർ ചെയ്യുക. അതിന്റെ വാല്യൂ ലെസ് ദാൻ 0.07 ആണെങ്കിൽ ഓക്കെ, പിന്നെ ഒന്നും നോക്കണ്ട. ഗ്രേറ്റർ ദാൻ 0.07 ആണെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു 0.07 എന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, എഫിന്റെയും കൂടി വാല്യൂ നോക്കാം. ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആ സ്റ്റെപ്പ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സൂപ്പർ എലിവേഷൻ ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത സമയത്ത് ആ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സോ ഇന്റെ വാല്യൂ എത്രയാ വരുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതാണ് എക്സ്ട്രാ വൈഡനിങ് ആണ്. എക്സ്ട്രാ വൈഡനിങ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതല്ലേ. എങ്ങനെയാണ് എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയുമ്പോഴത്തേക്കും സൈക്കോളജിക്കൽ വൈഡനിങ് പ്ലസ് മെക്കാനിക്കൽ വൈഡനിങ് ആണ് അല്ലെ. അതായത് മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത് NL²/2R ആണ്. സൈക്കോളജിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത് V/9.5 √R ആണ്. ഇതിൽ ഏത് വാല്യൂ നമുക്ക് അറിയാത്തത്, വെലോസിറ്റി അറിയാം, റേഡിയസ് അറിയാം, n അറിയാം. n എത്രയാ, 2 ആണ്. കാര്യം നമ്മുടെ വിഡ്ത്ത് 7 മീറ്റർ ആണ്. അപ്പം 2 ലൈൻ റോഡിനാണ് 7 മീറ്റർ വരുന്നത്. സോ n 2 ആണ്. പിന്നെ ഉള്ളത് ആരാണ്, ലെങ്ത് L, ലെങ്ത് ഓഫ് ദി വീൽ ബേസ്. അപ്പം നമ്മൾ എക്സ്ട്രാ വിഡ്ത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ലെങ്ത് ഓഫ് ദി വീൽ ബേസ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എടുക്കും, 6 മീറ്റർ എന്ന് അസ്യൂം ചെയ്യും അല്ലെ. അപ്പം L 6 മീറ്റർ. സോ നമുക്ക് WE കണ്ടുപിടിക്കാം. അപ്പോൾ WE അറിയാം, E അറിയാമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഇന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ LS ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. തേർഡ് കേസിൽ എംപിരിക്കൽ ഫോർമുലയാണ്. ഇവിടെ നമുക്ക് റോളിംഗ് ടെറൈൻ തന്നിട്ടുണ്ട്. പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആയതുകൊണ്ട് LS ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2.7 V² ഡിവൈഡഡ് ബൈ R എന്നായിരിക്കും. അപ്പൊ അവിടെ നിന്ന് LS ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഈ 3 കേസസിലും LS ന്റെ വാല്യൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് അറൌണ്ട് 64 മീറ്ററിലാണ് ലാർജസ്റ്റ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, എല്ലാ സ്റ്റെപ്സും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട്, സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ട്. അതിന്റെ 4 സ്റ്റെപ്സും എങ്ങനെയൊക്കെ ആണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ എക്സ്ട്രാ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻസ് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്തെടുത്തു. അപ്പൊ അതാ പറഞ്ഞത്, ഈ ഒരു ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ ആയിട്ടും കൂടി വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഈ നോട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.